നമസ്കാരം, ഞാൻ സിന്ധു വത്സൻ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ മിഡാസിലാണ് വീണ്ടും വന്നിരിക്കുകയാണ്. റഹ്മാനിക്കയുടെ അടുത്തും സാബുവിൻ്റെ അടുത്തും. ഇന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സാരി എടുത്ത് കാണിച്ചു തരണമെന്ന് എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അയ്യങ്കാർ സ്റ്റൈലിൽ എങ്ങനെയാണോ സാരി ഉടുക്കാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അയ്യങ്കാർ സ്റ്റൈലിൽ എങ്ങനെ സാരി ഉടുക്കാന്ന് നോക്കാം. ഇപ്പം നമുക്ക് അയ്യങ്കാർ സ്റ്റൈലിലുള്ള സാരി, അത് അയ്യങ്കാർ സ്റ്റൈലിലുള്ള സാരി എന്ന് പറയുമ്പോൾ 18 മുഴം ചേല എന്നും പറയും. ഈ 18 മുഴം ചേല എന്ന് പറഞ്ഞാൽ 9.5 മീറ്ററാണ് നമ്മുടെ സാരിൻ്റെ. 9.5 മീറ്ററാണ് അതുണ്ടാവുക. അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്കേർട്ട് വേണ്ട, ലെഗിൻസാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. കണ്ട, ലെഗിൻസാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക, അണ്ടർസ്കേർട്ട് വേണ്ട. എന്നിട്ട് അപ്പോൾ നമ്മൾ സാധാരണ സാരി നമ്മൾ ഇവിടെ നിന്നാണ് ഫ്ലീറ്റ് ഒക്കെ കുത്തിയൊക്കെ തുടങ്ങുക, അങ്ങനെയാണല്ലോ ഇവിടെ നിന്നല്ലേ. അയ്യങ്കാർ സ്റ്റൈലാകുമ്പോൾ അത് ഈ സൈഡിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇത് സ്റ്റാർട്ടിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മുന്താണി 2 സൈഡിലും അതിന് മുന്താണി ഉണ്ടാവും. ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു സൈഡിൽ നോർമലി മുന്താണി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ 5 ഫ്ലീറ്റ് അല്ലെങ്കിൽ 7 ഫ്ലീറ്റ്. വണ്ണം കുറഞ്ഞ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഫ്ലീറ്റ്സുകൾ ഇവിടെ കൂടുതൽ എടുക്കേണ്ടി വരും. അതൊരു 6-7 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും, ചിലപ്പോൾ 9 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ ഈ കുട്ടി അത്ര വണ്ണമില്ല, എന്നാൽ അത്ര സ്ലിമ്മല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ആദ്യം 7 ഫ്ലീറ്റ് എടുക്കാം. അപ്പോൾ എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ സാരിക്ക് നമ്മൾ തലപ്പൊക്കെ എടുക്കില്ലേ, അതുപോലെ തന്നെ കണ്ട 1 2 3 4 5 ഒരു 7 എണ്ണം എടുക്കാം. എന്താ വെച്ചാൽ ഓക്കെ. എന്നിട്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പം നമ്മളിങ്ങനെ 7 ഫ്ലീറ്റ് എടുത്തു. അത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് തുടങ്ങണത് കണ്ട ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങണം കണ്ടോ. അപ്പോൾ ഈ ഫ്ലീറ്റ് ഇങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് തൊട്ടിട്ട് തുടങ്ങണം. അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വരണം കണ്ടോ. കണ്ടോ, ഈ ഞൊറി ഇങ്ങനെ ഇവിടെ കിടക്കണം, മനസ്സിലായോ? ബാക്കി വരുന്ന ഞൊറികൾ ഈ കാലിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കണം. ഓക്കെ, നല്ല ടൈറ്റായിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സാധാ സാരി ഉടുക്കണേക്കാളും ഈസിയാണ് അയ്യങ്കാർ സ്റ്റൈലിലുള്ള സാരി ഉടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ സാരി ഉടുക്കുമ്പോൾ കുറേ പിന്ന് വേണം, അവിടെ പിടിച്ച് ടൈറ്റ് ആവണം, ഇവിടെ ടൈറ്റ് ആവണം, അങ്ങനെയൊന്നും നമ്മുടെ ഈ സ്റ്റൈലിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം. കണ്ട, ടൈറ്റായിട്ട് കിട്ടാം. 2 കെട്ട് കെട്ടണം. കണ്ട, നടുവിലാണ് കെട്ടേണ്ടത്. നമ്മുടെ ഈ അവിടെ നിന്ന് ഇതിവിടെ വെച്ചു, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ടൈറ്റിൽ കൊണ്ടുവന്നിട്ട് നടുവിൽ കെട്ടാം. ഇനി കാലൊന്ന് എത്രത്തോണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയോണ്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അപ്പോൾ കാലങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വൈഡാക്കി വെപ്പിച്ചിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ സാരിയുടെ ഒരു ഇതിനെ അവരുടെ കാലിൻ്റെ ചോട്ടിലേക്ക് കൊടുക്കണം. പിടിച്ചോളൂ. ഓക്കെ, അങ്ങനെ ചോട്ടിലേക്ക് വെച്ച് കൊടുക്കണം. കണ്ടു, എന്നാലാണ് നമുക്ക് കാലിങ്ങനെ നമ്മൾ നന്നായിട്ട് എത്ര വൈഡായി വെക്കാൻ പറ്റുന്നു അത്രയും വൈഡായി വെച്ചിട്ട് ഒരു കാലിൻ്റെ ചോട്ടിലേക്ക് ഈ ഒരു സാരിയുടെ ഒരു ഇത് വെച്ച് കൊടുക്കുക. അതിന് ചവിട്ടി അങ്ങനെ പിടിക്കുക കേട്ടോ.
എന്നിട്ട് അങ്ങനെ വന്നിട്ട് ഈ ഫ്രണ്ട് നമ്മൾ ഈ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഹാഫിന്ന് നമ്മൾ എടുക്കണം. ഹാഫിന്ന് ഹാഫ് നോക്കിയിട്ട് എടുത്തിട്ട് അതൊന്ന് ഇവിടെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. കണ്ടോ? അവിടെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഇതിനെ ബാക്കിയുള്ളതിനെ നമ്മൾക്ക് എന്താ പറയുക, കാലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൊണ്ടുവരും, അടിയിൽ കൂടെ അങ്ങനെ എടുത്തുകൊണ്ട് പോകണം. എല്ലാത്തിനും അടിയിൽ കൂടെ അങ്ങനെ എടുത്തുകൊണ്ടെന്ന് ഇപ്പം കണ്ട. അയ്യോ, ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ കൂടെ എടുത്തുകൊണ്ടെന്ന് നമ്മൾ ഇതൊക്കെ അങ്ങനെ ഒതുക്കി വെച്ച് ഇവിടെ അങ്ങനെ പിൻ ചെയ്യാം. പിൻ ചെയ്യൊന്നും വേണ്ട, പിന്നും ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ഒതുക്കി പിടിച്ചെടുത്ത് ഇവിടെ അങ്ങനെ കുത്തി വയ്ക്കാം. കണ്ടോ? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാൻ വേണ്ടോ, അല്ലാണ്ട് പിന്നെ ഒന്നും ആവശ്യമില്ല അതിന് കേട്ടോ. ഇതൊക്കെ അങ്ങനെ നേരെ വെച്ചിട്ട് ഇവിടെ കുത്തി വയ്ക്കാം. കണ്ടോ? കുത്തി വെച്ചു. കണ്ടോ? അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഈ ഒരു ഇതിനെ ഇങ്ങനെ കുത്തി വെച്ചു. എന്നിട്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരണം. കണ്ടോ? ഇത് കൊണ്ടുവരുമ്പോൾ 2 ചുറ്റി കൊണ്ടുവരണം. അവിടെ നിന്ന് 2 ചുറ്റിയിട്ട് വേണം നമ്മളതിനെ കൊണ്ടുവരാനായിട്ട് കേട്ടോ. കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നമ്മുടെ സാധാ സാരി ഉടുക്കണ പോലെ ഭയങ്കര പെർഫെക്ഷനോ അങ്ങനെയൊന്നും ഫ്ലീറ്റ് എടുക്കണ കാര്യത്തിലൊരു ടെൻഷനൊന്നും ഈ ഒരു സ്റ്റൈലിന് വേണ്ട. ഓക്കെ, ഇവിടെ മാത്രം ഒരു പിന്നിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ മറ്റേ സാരി ഉടുക്കണ പോലെ കുറേ പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് ഈ മുന്താണ്ടി ഉണ്ടല്ലോ, മുന്താണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കണം. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്
കഴിഞ്ഞു. ഇത്രയുള്ളൂ അയ്യങ്കാർ സ്റ്റൈലിലുള്ള സാരി ഉടുക്കൽ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്ലീറ്റും കൂടെ ഒക്കെ ചെറിയ ഫ്ലീറ്റ് ആക്കേണ്ടത്. അതല്ല അതിൻ്റെ ഒരു സ്റ്റൈല്. 2-3 ഫ്ലീറ്റേ പാടുള്ളൂ. നമ്മുടെ സാധാരണ സാരിയുടെ പോലെ അടുക്കി ഒന്നും വെക്കാനൊന്നും പാടില്ല. ഒരു അത്ര വലിയ പെർഫെക്ഷനൊന്നും വേണ്ട. ഇവിടെ സിമ്പിളായിട്ടാണ് അത് പോകേണ്ടത്. ഒരു 3 ഇപ്പോൾ 4 ഞെറിയുണ്ട്, 1 2 3 4 ഞെറിയുണ്ട്, അത്ര തന്നെ വേണ്ടു. ഇനി വേണമെങ്കിൽ കുറച്ച് ഒരു ഞെറിയും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ഇതൊക്കെ ചെറുതാക്കിയിട്ട് ആക്കാമെന്ന് മാത്രം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും അയ്യങ്കാർ സ്റ്റൈലിലുള്ള സാരി ഉടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വീതി വേണം. എന്നാലാണ് അതിൻ്റെ ഒരു ട്രഡീഷണലായിട്ടൊരു ലുക്ക് അങ്ങനെ ആവുള്ളൂ. വേണ്ട ബാക്കൊക്കെ നോക്ക്. മുടിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ട് മുടി അത് കെട്ടി കൊടുക്കാം. ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് അയ്യങ്കാർ സ്റ്റൈലിൽ സാരി ഉടുത്തത്? എങ്ങനെയുണ്ട്? നമുക്ക് ഒരു ഹിപ്പ് ചെയിനൊക്കെ കെട്ടി കൊടുക്കാം. ഹിപ്പ് ചെയിനൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കെട്ടി കൊടുക്കാം കേട്ടോ. വളയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു മാലയും കൂടെ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു മാലയുണ്ട് അതിൽ. ഇതുപോലെ തന്നെ ഒരു ലക്ഷ്മി ദേവിയുടെ മാലയുണ്ട്, അതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊരു സുന്ദരിയാക്കിക്കോളൂ. അപ്പോൾ ഒരു മാലയൊക്കെ ഇട്ടെടുത്തു, ഹിപ്പ് ചെയിനൊക്കെ ഇട്ടെടുത്തു. എന്താ പറയുക, ഇപ്പം നമ്മുടെ അയ്യങ്കാർ കുട്ടി നല്ല സൂപ്പർ കുട്ടിയായില്ലേ, നല്ല സ്റ്റൈലായില്ലേ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മുടെ അയ്യങ്കാർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ എന്താ മോനെ പറയണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയ്ക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യുക. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.